എന്ത് അല്ലപ്പേ ഇപ്പൊ കളിച്ചില്ലേ അതേ പാട്ടിന്റെ ഡാൻസാ. ഇത് ഡാൻസ് ഒന്നല്ല, കൊതുകിനെ കൊല്ലാണ്. എന്തോരം കൊതുകൂടെ. അയ്യപ്പേ എനിക്ക് കൊതിനുള്ള സൂത്രം അറിയാം. സൂത്രോ? ആ ടീച്ചർ പഠിപ്പിച്ചെന്താ. കൊതുക് പെട്ടെന്ന് ചാവും, വാ കളിച്ചരാം. സൂത്രോ? എല്ലാ കൊതുകിൽ നിന്ന് കൊല്ലണം. വേഗം വാപ്പേ. വരല്ലേ, കുറച്ച് പണിയുണ്ട്. വേഗം വാ. അപ്പിയോട് നിന്നെ ഞാൻ ഒരു സാധനം എടുത്തുകൊണ്ട് വരട്ടേട്ടാ. വാപ്പേ ഇനിയാണ് സൂത്രം. അങ്ങോട്ട് പോണേ. അപ്പൊ പിന്നാലെ വാ. വീണ്ടും അങ്ങോട്ടാ. ഇനി ഇതിനും കൂടി വെള്ളം എടുക്കണം. ഇതെന്തുറ്റി ചെയ്യണേ പറപ്പേ? കൊതുകിനെ കൊല്ല സൂത്രം കാണിയോ? ആ എന്തുറ്റി സൂത്രം ഇവ കാണിക്കാൻ പോണേ? ഇനിയാണ് സൂത്രം. ഇപ്പൊ ഈ കെട്ടിക്കിടക്കണ വെള്ളമില്ലേ, അത് നമ്മള് ഇങ്ങനെ മറിച്ച് കളയണം. ഇങ്ങനെ ചെയ്താ കൊതുക് ചാവുന്നാണ് ടീച്ചറെ പറഞ്ഞേക്കണേ. എടി മണ്ടി, അങ്ങനെയല്ല. ആദ്യം ചിരട്ടയില് വെള്ളം നിറച്ച് വെക്കണം. 2 ദിവസം കഴിയുമ്പോ കൊതുക് മുട്ടയിടും. അപ്പോഴാണ് വെള്ളം കമത്തി കളയണ്ടേ. അങ്ങനെയാണ് കൊതുകിനെ കൊള്ളണേ. അല്ലേ അപ്പേ? ഞാൻ പറഞ്ഞതല്ലേ അപ്പേ? കറക്റ്റ്. ഹായ് ഗൈസ്, ഇതെന്റെ ഒരു തുടർന്ന് പഠിച്ചിലാണ്. അന്ന് പതിവ് പോലെ എക്സാം പേപ്പർ കിട്ടി. മാർക്ക് കണ്ടപ്പാ ഒരുപാട് സന്തോഷമായി എനിക്ക്. എന്നും 0 കിട്ടുന്ന എനിക്ക് അന്ന് 90 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മാർക്ക് കാണിക്കാനായിട്ട് അപ്പയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാൻ വിചാരിച്ചു അപ്പയ്ക്ക് ഈ മാർക്ക് കാണുമ്പോ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നു. ഞാൻ പേപ്പർ അപ്പയുടെ മുമ്പിലേക്ക് നീട്ടി. എനിക്കറിയാം അപ്പയ്ക്ക് മാർക്ക് കാണിച്ചെടുക്കുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഉമ്മ വയ്ക്കുന്നു. പക്ഷേ ഗായ്സ്, ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. മാർക്ക് കണ്ടപ്പോ അപ്പ പൊട്ടിത്തെറിച്ചു. അപ്പ പറഞ്ഞു, നിനക്ക് ഇത്ര മാർക്ക് കിട്ടില്ലെന്ന്. നിനക്ക് 9 അല്ലേ കിട്ടിയത്, നീ അതിന് കൂടെ 0 ചേർത്തല്ലേ? അങ്ങനെയാണ് ഗായ്സ് അപ്പ എന്നോട് ചോദിച്ചത്. ഗായ്സ്, ഞാനകെ തളർന്നു പോയി. എന്റെ സങ്കടം ഞാൻ ആര് പറഞ്ഞ് മനസ്സിലാക്കും ഗായ്സ്? ഞാൻ എപ്പോഴും സത്യം ചെയ്ത് പറഞ്ഞു ഞാൻ 0 ചേർത്തിട്ടില്ല. അപ്പക്കാണ് ശരിക്കും അറിയാണോണ്ട് അപ്പ അത് വിശ്വസിച്ചില്ല ഗായ്സ്. എന്റെ കൊച്ചു മനസ്സ് വിഞ്ഞു പൊട്ടി. അപ്പേ സങ്കടപ്പെടാൻ വരട്ടെ, കഥ മുഴുവൻ കേക്ക്. ശരിക്കും ഞാനന്ന് 0 ചേർത്തുണ്ടല്ലേ ഗായ്സ്. 9 ചേർത്തത്. അങ്ങനെ എനിക്ക് 90 കിട്ടിയത്. സോറി അപ്പേ, ഇതല്ലാണ്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പയുടെ സന്തോഷല്ലേ എന്റെയും സന്തോഷം. അപ്പക്കിപ്പൊ സന്തോഷായില്ലേ അപ്പേ? അപ്പേ ഇന്ന് ടീച്ചർ ഡിക്റ്റേഷൻ എടുത്തു. മാർക്ക് പറയട്ടെ അപ്പേ? വേണ്ട, അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. അതെന്തപ്പേ? എനിക്ക് 0 കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ? 10ന് 0 കളഞ്ഞാ പിന്നെ 1 അതിന് 1000-ല് 0 കളഞ്ഞാൽ അപ്പോഴും 1. അതുകൊണ്ട് അപ്പയ്ക്കൊരാള് 1,00,000 രൂപ തരാണ്ടെന്ന് വിചാരിച്ചോ? തിരിച്ചരുമാ 0-ന് വെള്ളിലാണ് പറഞ്ഞ് 1 രൂപ തരുമ്പോ അപ്പൊ സമ്മതിക്കോ? ഇല്ല. അപ്പൊ 0-നാണ് വില, അല്ലാതെ 1-നല്ല. നീ നല്ലോണം പഠിച്ചൊരു ഡോക്ടറായി കാണാൻ അപ്പടെ ആഗ്രഹം, അല്ലാതെ 0 പേടിച്ചിരിക്കാനല്ല. അതൊരു വല്ലാത്ത ആഗ്രഹമായി പോയല്ലേ? ഞാൻ വേണമെങ്കിൽ ചന്ദ്രന് പോവാപ്പേ, പക്ഷെ ഡോക്ടർ ആവാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ നീ ചന്ദ്രനിലേക്കോ? അപ്പൊ എനിക്ക് പറയാല അപ്പടെ മോള് ചന്ദ്രനിലോ എന്ന്. അപ്പേ എങ്ങനെ ആർത്തി പാടില്ല കേട്ടാ. ഞാൻ വെറുതെ എന്തെങ്കിലും പഠിച്ചു വെച്ച്. അപ്പേ ശരിക്കും അറിയാം ചന്ദ്രന് പോയിട്ടുണ്ടോ? പണ്ടാരണ്ടൊക്കെ പോയിട്ടുണ്ട്. എന്താ അപ്പേ ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ആയിട്ട് ഇപ്പൊ ആരും ചന്ദ്രനിൽ പോവാത്തെ? ആർക്കറിയാ? എന്നാ ഞാൻ പറയട്ടെ, ജീമെയില് കൊതിയുള്ളോണ്ട് പോയാ പിന്നെ തിരിച്ചു വരില്ലാന്ന് അവർക്കറിയാം. അത് ചിലപ്പോ ശരിയായിരിക്കും. അപ്പേ ഈ അടിയായിട്ട് പഠിക്കുന്നത് സുസ്കാന്തി ഉണ്ട്. അങ്ങനെ വേണം. അയാൻ കോയിങ്ങിന്റെ അടുത്ത് എന്തിട്ടപ്പേ? ഞാൻ പോകയാണ്.
അതെന്ത് ഇടപാടാ? അർത്ഥം പറഞ്ഞിട്ട് പോവാപ്പേ. അതാണ് പറഞ്ഞു ഞാൻ പോകുന്നു. ആ എന്നാ പോ, ഞാൻ പിന്നെ പിടിച്ചോളട്ടപ്പേരെ. ഡേ പഠിച്ചു കഴിഞ്ഞാ അവിടെ ചോദിക്കട്ടെ. ആ ഉത്തരം പറയാൻ റെഡി ആയിക്കോട്ടാ. ഇതാ നോക്കൂ, ഇവിടെ ഒരു അമ്മപ്പൂച്ച കുഞ്ഞുപൂച്ചകളെ താലോലിക്കുന്നു. എന്ത് രസമാണല്ലേ ഈ അമ്മപ്പൂച്ച കുഞ്ഞുപൂച്ചകളെ താലോലിക്കണുണ്ടോ നീ? ഞാൻ കണ്ടിട്ടില്ല. അതെന്ത്? പിന്നെ ഇന്നത് കാണാൻ പറ്റുന്ന അമ്മപ്പൂച്ചിന്റെ മന്തുള്ളൻ. ഒറിജിനൽ അല്ല. ദേ ഈ പടം നോക്കിയേ, കണ്ട ഒരമ്മപ്പൂച്ച. ആ ഇനി ഇത് നോക്കിയേ, ഒരപ്പൻ മകനെ തോളിലേറ്റ് ലാളിക്കണ്. എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? എനിക്കൊരു സന്തോഷമൊന്നുമില്ല. അതിന് അപ്പൻ തോളില് കെട്ടിട്ടില്ലല്ലോ. എടി ഇതൊരു ഉപമയാണ്. അപ്പൊ നിന്നെ നല്ലോണം നോക്കണല്ലേ? കണ്ണോണ്ട് നോക്കണ കാര്യമാണ് പറയണേ. കണ്ണുകൊണ്ട് നോക്കണ ആരുമല്ല പറഞ്ഞേ. നിനക്ക് നല്ല ഫുഡൊക്കെ വാങ്ങിച്ചെന്ന്, നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചെന്ന്, നല്ല കുട്ടിയായിട്ട് വളർത്തണല്ലേ അപ്പാ. ആ ബൂസ്റ്റർ ചായ തന്നു അല്ലേ? അങ്ങനെ തന്നെ. അതുപോലെ നമ്മളെല്ലാം പരിപാലിക്കണ പിതാവ് ആരാണ്? അതല്ലേ അപ്പാ? തെറ്റി. എടി ദൈവമാണ് നമ്മളെ പരിപാലിക്കണ പിതാവ്. അപ്പേ ഈ പിതാവിന്റെ അർത്ഥം അപ്പന്നല്ലേ? ആ പക്ഷെ ദൈവം എന്ന അർത്ഥം കൂടി ഉണ്ട്. അപ്പ ഈ വർഗീസ് ചക്കാലക്ക് പിതാവ് ആരാ? അത് കോഴിക്കോട് രൂപതമത്രാൻ. അതും നമ്മുടെ പിതാവാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ. അതും നമ്മളെ പിതാവ് തന്നെയാണ്. ഷോ ഇതെന്തോരെ പിതാവാ? ശരിക്കും ആരെന്റെ ഒറിജിനൽ പിതാവ്? ദൈവമാണ് നമ്മളെ പരിപാലിക്കുന്ന പിതാവ്. അങ്ങനെ വേണം ഉത്തരം എഴുതാൻ ട്ടാ. ആ ഈശോ എവിടെയാണ് ജനിച്ചത്? അപ്പേ ഞാൻ ഒരു പാട്ട് പാടത്തെ. പാട്ടൊക്കെ പിന്നെ പാടാ, പരീക്ഷയാണ്. നീ ഉത്തരം പറ. അല്ലപ്പേ അതിന് ഒത്തിരി പാട്ടിലുണ്ട്. എന്നാ പാടന്നാ. ലിലി 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 ലാലി ലിലി 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 ലാലി ബദ്രഹേമിൽ ബദ്രഹേമിനുണ്ണി പറന്നേ പാതിരാവിൽ പാതിരാവിൽ പാതിരാവിൽ. ആ പുണ്യെവിടെ പറന്നേ? ഞാൻ നിന്നോടല്ലേ ചോദിച്ച, പിന്നെ എന്നോട് എന്നിട്ട് ചോദിക്കണേ? അപ്പൊ ഈ പാട്ട് എടുത്ത് ഉത്തരം കിട്ടില്ലേ? എന്നാ ഞാൻ ഒന്നും കൂടി പാടാം. മതി, നിർത്തരുത്. ബദ്ലേമില് അത് തന്നെ. അതെ, വർത്താനവും പാട്ടൊക്കെ നിർത്തി. ഇനി അടുത്ത ചോദ്യം ട്ടാ. അപ്പൊ വർത്താനം പറയാണ്ട് ചോദ്യം ചോദിക്കേ, ഞാൻ ഉത്തരം പറയാൻ റെഡിയാ. മനുഷ്യരായ നമുക്ക് ശരീരമുണ്ട്, നമുക്ക് പരസ്പരം കാണാം. ദൈവത്തിന് ശരീരമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ആരാണ്? അപ്പൊ ദൈവം പ്രേതായിക്കൂ? കാണാൻ പറ്റത്താൽ പ്രേതല്ലേ? നീ പ്രേതനാണണ്ടാ? ഇല്ല. പിന്നെന്തുറ്റാ? അങ്ങനെയാണെങ്കിൽ അപ്പൊ ദൈവത്തിനാണ്ടാ? ഇല്ല. പിന്നെന്തുറ്റാ? അപ്പില്ലേ വർത്താനം പറയുന്നേ? കൊറേ നേരായി വെറുതെ മെക്കിട്ടേടണേ. എനിക്കറിയാട്ട പറയാൻ. പ്രേതവും ഭൂതമൊന്നും ഇല്ല. ദൈവം അരൂപിയാണ്. അരൂപി പറഞ്ഞു പഠിക്കും. ദൈവം അരൂപിയാണ്. ദൈവം അരുവിയല്ല, അരൂപി. കാണാൻ സാധിക്കാത്ത ആൾ. അരുവി, അരൂപി. അങ്ങനെ വേണം പറഞ്ഞു പഠിക്കാൻ ട്ടാ. അപ്പേ എനിക്ക് പിന്നൊരു സംശയം. ഡൗട്ടൊക്കെ പിന്നെ ചോദിക്കാം. ഈശോ എങ്ങനെ വളരാനാണ് നമ്മളെ പഠിപ്പിക്കണേ? നല്ല ഫുഡ് കഴിച്ച് ബൂസ്റ്റ് ചായ കുടിച്ച്. ഇങ്ങനെയാണ് നിന്നെ പഠിപ്പിച്ചേക്കണേ? അല്ല, പിന്നെ ആ പുസ്തകത്തിലുണ്ടപ്പേ. അപ്പത്രക്ക് പറ. കരുണയുള്ള മക്കളായി വളരാൻ. അങ്ങനെയല്ല, കാരണത്തിൽ വളരാനാണ്. ആ അത് തന്നെ. അടുത്തത്, ഈശോ ആരെയാണ് തീറ്റിപ്പോറ്റുന്നത്? ആരെയാണാവോ? ദൈവത്തിനോട് ചോദിക്കണ്ടേ? ആകാശത്തിലെ പറവകളാ. നീ ഇതെന്താ പഠിക്കാത്തത്? പറവാന്ന് ചോദിച്ചാ കിളികള്. എന്തിനാണ് ഈ കിളികൾ തീറ്റിപ്പോറ്റുന്നേ? ഏതെങ്കിലും പാവപ്പെട്ടവർ തീറ്റിപ്പോറ്റിക്കൂടെ? പാവപ്പെട്ടവരൊക്കെ തീറ്റിപ്പോറ്റുണ്ട്. പക്ഷെ നിനക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ആകാശത്തിലെ പറവകൾ എഴുതണം, അല്ലെങ്കിൽ നിനക്ക് 0 കിട്ടും. അയ്യോ, അപ്പൊ ദൈവം എങ്ങനെയാണ് കിളികൾക്ക് തീറ്റ കൊടുക്കണേ? അത് മോളിൽ നിന്ന് ഇട്ട് കൊടുക്കും. അയ്യോടാ, അപ്പൊ പറന്നു പോയി കൊടുത്തി തിന്നണ്ടേ? അതിനും ഭേദം നിലത്തിട്ട് കൊടുത്തൂടെ? ആ കിളികൾ എന്തിനാ നിങ്ങളെ കഷ്ടപ്പെടുത്തണേ? അതെ, ഫ്രീ ആയിട്ട് കിട്ടണല്ലേ, അപ്പൊ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഓ, ഈ ദൈവത്തിനൊരു കാര്യം. ദൈവം നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ തന്ന് നമ്മളെങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അയ്യോ, ഇതിപ്പാ സ്നേഹിച്ചെന്നൊള്ള പറഞ്ഞ പോലെ ആയിപ്പോയില്ല. അടുത്ത ചോദ്യം. രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ പല്ലിടാവും. ആയി, അത് നിന്റെ പല്ലേണ്ട മനസ്സിലാവണ്ടേ? എടി, രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അതാണ് ഉത്തരം. അപ്പൊ ബ്രഷ് ചെയ്യണ്ടേ? ആ, ബ്രഷും ചെയ്യണം. പക്ഷെ നീ ബ്രഷ് ചെയ്യണമെന്ന് എഴുതി കഴിഞ്ഞിട്ടല്ലോ, നിനക്ക് വീണ്ടും 0 കിട്ടും. അയ്യോ, 0 എനിക്കിന് വേണ്ട. അപ്പേ എനിക്ക് വീണ്ടും ഒരു സംശയം. അതെ, സംശയങ്ങൾക്ക് ഇനി എൻ്റെ ഉത്തരവില്ല. നിന്നെ പഠിപ്പിക്കുന്നത് നിർത്തി. കിട്ടണത് എഴുതിയാൽ മതി. പോയിക്കോ. താങ്ക് യു. ഇപ്പോഴാണ് ഇപ്പൊ ബുദ്ധി വരുന്നത്. ബുദ്ധി വന്നതാ.
അന്ന് എനിക്ക് ബുദ്ധി ഉണ്ടായില്ലേ?